വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയുടെ അടുത്തേക്ക് കുട്ടികൾ വന്നിരിക്കുമ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ ശാരദാമ്മയോട് പറഞ്ഞു എന്നിങ്ങനെ കുട്ടികൾ പറയുകയാണ്. അന്നേരം അച്ഛൻ അതിനു മുന്നേ അച്ഛൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വരും, വിഷ്ണു അച്ഛാ എന്ന് വിളിക്കുമ്പോൾ മോളുടെ അച്ഛൻ വിളി കേൾക്കാറില്ലായിരുന്നു പപ്പിയോടൊക്കെ പറഞ്ഞ് ശാലിനിയാണെങ്കിൽ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാര്യം ചോദിക്കുമ്പോൾ ശാരദാമ്മയോട് നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം സ്കൂളിൽ ആനുവൽ ഡേ ആണ് വരുന്നത്, അപ്പോൾ അച്ഛനാണ് പങ്കെടുക്കേണ്ടത്. കഴിഞ്ഞ തവണ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി ഓട്ട മത്സരത്തിൽ അവർ വിജയിച്ചില്ലേ, അപ്പോൾ അതുപോലെ ഇത്തവണയും അച്ഛൻ വരില്ലേ എന്നിങ്ങനെ ചോദിച്ച് ഈ കുട്ടികൾ സങ്കടത്തോടെ ശാലിനിയോട് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം ശാലിനി പറയുന്നുണ്ട് അച്ഛൻ വരും വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് സന്തോഷം, ഒപ്പം ഉറപ്പായിട്ടും വരുമല്ലോ, അപ്പോൾ ഇന്ന് തന്നെ നാളെ തന്നെ പോയി ക്ലാസ് ടീച്ചറോട് പറയണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അന്നേരം പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ആ രമേശിനോട് പോയി പറയണം, അവനാണ് കൂടുതൽ കുഴപ്പമെന്നിങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ പോകുന്നതൊക്കെ. അതിനുശേഷവും ശാലിനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടങ്ങ് കരയുകയാണ്. എന്നിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ എല്ലാ സത്യവും നിനക്കറിയാമല്ലോ, സമാധാനിക്കുകയല്ലേ വഴിയുള്ളൂ എന്നൊക്കെ ശാരദാമ്മയും പറയുന്നുണ്ട്. ഇതേസമയം അവിടെയാണെങ്കിൽ പിന്നെ മഹേന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ മഹേന്ദ്രനാണെങ്കിൽ ചന്ദ്രയുടെ കുറേ കൂട്ടുകാരികളെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആരും ചന്ദ്ര വിളിച്ചിട്ടുമില്ല, അങ്ങോട്ടൊന്നും ചെന്നിട്ടുമില്ല. പിന്നെ ഒരു ചിറ്റപ്പനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ കാര്യം തിരക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ വിളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും മഹേന്ദ്രന് ആകപ്പാടെയും ദേഷ്യമാണ്. ഈ ചിറ്റപ്പൻ തന്നെയായിരിക്കും ഇനിയിപ്പോൾ നാളെ ചന്ദ്രയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് നിർമ്മലയും വഴക്കൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ശിവൻ അവിടേക്ക് വരുന്നത്. അന്നേരം നിനക്കെന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അമ്മ വിളിച്ചിട്ട് വന്നതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ചന്ദ്രയുടെ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്നിങ്ങനെ പറയുമ്പോൾ പടിയടച്ച് പിണ്ടം വെച്ചവരെ ഒന്ന് ഇറക്കി വിട്ടവരെയൊന്നും ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ശിവൻ പറയുന്നുണ്ട്, അവൾ ഒന്നുമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഒരു ഡോക്ടർ പയ്യനെയല്ലേ, അപ്പോൾ നടത്തി കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് പറയുമ്പോൾ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പുറംപോക്കിലെ പയ്യനെ കൊണ്ട് അവൾ ആ വിവാഹവുമായിട്ട് അവൾ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിലും അതിനെതിരെ നിൽക്കുന്നതായാലും അമ്മയായാലും ഇനി മകനായാലും രണ്ടിനെയും ഞാൻ തീർക്കും, അവനെയും അവളെയും ഞാൻ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ടില്ല, നിനക്കതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആവശ്യം വന്നാൽ ഞാനല്ലേ വരേണ്ടതെന്നൊക്കെ ഇങ്ങനെ തിരിച്ച് ശിവൻ ചോദിക്കുമ്പോൾ പക്ഷേ മഹേന്ദ്രനാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. പക്ഷേ ഇതിന് പിന്നിൽ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ആ കളക്ടർ ശാലിനിയാണ്, അത് പിന്നെ അവളുടെ വക്കാലത്തുമായിട്ടല്ലേ നീ വന്നതെന്നൊക്കെ ഇങ്ങനെ ശിവനെ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ശിവനൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അമ്മയെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് അങ്ങോട്ട് പൊയ്ക്കോളണം, സെക്യൂരിറ്റിക്ക് ഗേറ്റ് അടയ്ക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെ മഹേന്ദ്രൻ കയറി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം നിർമ്മല നിന്നങ്ങ് കരയുകയാണ്. അവസാനം ശിവനാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ചന്ദ്രയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, എവിടെയായാലും ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശിവനും അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ ശാലിനിയാണെങ്കിൽ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേരം ശാലിനി ഒരു ദുസ്വപ്നം കാണുകയാണ്. ദുസ്വപ്നം എന്ന് വെച്ചാൽ ആ ഒരു വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. വിഷ്ണു ഇങ്ങനെ ഓടുന്നതും വിഷ്ണുവിനെ ആരൊക്കെ ഇങ്ങനെ ഓടിക്കുന്നതും പിന്നീട് ആ ഒരു ചിത ഇങ്ങനെ കത്തുന്നതും ഒക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് പെട്ടെന്ന് വിഷ്ണുട്ടാന്നും പറഞ്ഞ് അങ്ങോട്ട് ശാലിനി ഞെട്ടി ഉണരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എണീറ്റ് പാടെ ഇങ്ങനെ ജഗ്ഗിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് പെട്ടെന്ന് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയാണെങ്കിൽ ഒരു ഭ്രാന്തമായ അവസ്ഥ എന്ന പോലെയാണ്. എന്നിട്ട് പെട്ടെന്ന് ആ ഡ്രയർ തുറന്ന് ചിതാഭസ്മം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കവറൊക്കെയും കളഞ്ഞിട്ട് ആ കുടം മാത്രം എടുത്ത് ഇങ്ങനെ റൂമിലെ കതവ് പെട്ടെന്ന് തുറന്ന് ആ ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ അവിടെ താഴെ ഹാളിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഈ ശബ്ദം കേട്ടുകൊണ്ട് മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം നോക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ഇതിങ്ങനെ ആ താഴെ മുറ്റത്തേക്ക് ആ കുടം ഇങ്ങനെ വലിച്ചെറിയാനുള്ളൊരു ശ്രമമാണ്. അന്നേരം ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മ ഓടി ചെല്ലുകയാണ്. എന്നിട്ടത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ശാലിനി അത് കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എൻ്റെ വിഷ്ണുവേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല, വിഷ്ണുവേട്ടൻ എവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഇത് വിഷ്ണുവേട്ടൻ്റെ ചിതാഭസ്മമൊന്നുമല്ല, രേഷ്മ എന്നെ പറ്റിച്ചതാണ് എന്നും പറഞ്ഞില്ല. കൊച്ചുകുട്ടികളും മനസ്സ് കൈവിട്ട ആളുകൾ എന്ന പോലെ ഇങ്ങനെ പിച്ചും പെയ്യുന്ന പോലെ അങ്ങ് ഒരു പ്രാവശ്യം പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞങ്ങ് ശാലിനി കരയുകയാണ്. അവസാനം ശാരദാമ്മ അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സത്യം നിനക്കറിയാമല്ലേ മോളെ, അത് നീ ഉൾക്കൊണ്ടല്ലേ മതിയാവുകയുള്ളൂ, ഇത് നിൻ്റെ കയ്യിലിരുന്നാൽ ശരിയാവില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ല
ഇല്ല വിഷ്ണുവേട്ടൻ മരിച്ചില്ല, ഞാനിനി എന്താ ചെയ്യുക അമ്മയെന്നും പറഞ്ഞ് വാവിട്ട് കരയുമ്പോൾ ശാലിനിയെ അങ്ങ് ശാരദാമ്മ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങ് ശാരദാമ്മയുടെ തോളിൽ കിടന്ന് ശാലിനി അങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിൽ ശാരദാമ്മയും നിൽക്കുന്നുണ്ട്. ഈ ഒരു സീനിൽ കാണിക്കുമ്പോൾ മുകളിൽ ആ ഒരു ചന്ദ്രനെ കാണിക്കുന്നുണ്ട് ആകാശത്ത്. അപ്പോൾ ആ ഒരു ചന്ദ്രൻ്റെ ഇതിൽ വിഷ്ണുവിൻ്റെ ഫേസ് ഇങ്ങനെ ഇവരെ ഇങ്ങനെ നോക്കുന്നതായിട്ടുള്ള ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ മഹേന്ദ്രൻ വീണ്ടും ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അവിടെ എങ്ങാനും വന്നോ ഇല്ലയോ എന്നൊക്കെ. എന്നിട്ട് മഹേന്ദ്രൻ ആകപ്പാടെ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. ഇതിപ്പോൾ പിന്നെ ആരെ വിളിച്ച് തിരക്കിയിട്ട് ഒരു കാര്യം നിൻ്റെ മോൾ എവിടെ പോയടി എന്നും പറഞ്ഞ് നിർമ്മല വഴക്കൊക്കെ പറയുകയാണ്. അന്നേരം സ്വാമി അങ്ങോട്ട് കാറിൽ വരികയാണ്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ അറിവ് കിട്ടിയോ ചോദിക്കുമ്പോൾ ഇല്ല, അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പക്ഷേ ഈ സിറ്റിയിലും എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ ഇവിടെ എങ്ങും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ സിറ്റി വിട്ട് പോകാനുള്ള സാധ്യതയുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എന്നിട്ടും സ്വാമി ഒരു സംശയം പറയുന്നുണ്ട്. അവരുടെ കൂടെ സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനുമായിട്ട് ശക്തമായ ഒരാൾ അവരുടെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം, ഇനി മാനക്കേടെന്ന് നോക്കിയിട്ട് കാര്യമില്ല, അവരും കൂടി അന്വേഷിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. ആ ശാലിനിയുടെ പിന്നെ ചിതാഭസ്മം വലിച്ചെറിയാൻ പോകുന്നതും ഒക്കെ കുറച്ച് നീട്ടി ആ ഒരു സങ്കടപ്പെടുത്തുന്ന സീനൊക്കെ അങ്ങനെ കാണിക്കുന്നതൊക്കെയാണ്. പിന്നെ ആ ഒരു ഈ കുട്ടികളെ ആനുവൽ ഡേക്ക് വിഷ്ണു അച്ഛൻ വരണമെന്ന് പറയുമ്പോൾ ആ പഴയ സീനൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. വിഷ്ണു 2 കുട്ടികളെയും കൊണ്ട് ഓടിയതും മത്സരത്തിൽ ജയിച്ചതും ഒക്കെ. എന്നിട്ട് ഈ ശാലിനി ചിതാഭസ്മം എടുത്തുകൊണ്ട് പോകാൻ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമല്ലോ. അപ്പോഴും ശാലിനി ആലോചിക്കുന്നുണ്ട്, അപ്പോൾ വിഷ്ണു പറഞ്ഞതായിട്ട് എന്നും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതായിട്ട്. അന്നേരമാണ് ഒരു ഭ്രാന്തിയെ പോലെ ശാലിനി ഇങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ. അതൊക്കെ ആവർത്തിച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത്. ചെറിയൊരു സീൻ കൂടിയുണ്ട്. അതിനുശേഷം രേഷ്മയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ആ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ രേഷ്മ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്ന ഒരു വിഷ്ണു എന്ന പേഷ്യൻറ്റിനെ ഓർമ്മയില്ലേയും ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടർ സതീഷിൻ്റെ റെക്കമെൻഡേഷൻ വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനിയുടെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു അവയവങ്ങളൊക്കെ ദാനം ചെയ്ത ആളുകളെ ഒന്ന് കാണണമെന്നുള്ളത് ഭാര്യയ്ക്കൊരു ആഗ്രഹം, അതിന് വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാമൊക്കെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നല്ലാതെ ആർക്കാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്കൊരറിവുമില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം ഹാർട്ട് ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയി ചോദിക്കുമ്പോൾ അതറിയാം, പക്ഷേ എനിക്കൊരു കുഴപ്പവും വരില്ലെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ ഇല്ല, ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനത് അന്വേഷിച്ച് നോക്കിയിട്ട് എൻ്റെ ഫയൽസ് തരാമെന്നിങ്ങനെ പറയുമ്പോൾ രേഷ്മ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു സീനും കൂടി ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് രേഷ്മ അറിയുന്നത് ആ ഒരു ശിവനാണ് അത് കിട്ടിയത് എന്നുള്ളതും ഇനി അറിയിക്കുമോ എന്നുള്ളതാണ്. പിന്നീട് മഹേന്ദ്രൻ വീണ്ടും ഈ ശാലിനിക്കെതിരായിട്ട് തന്നെയാണ് വീണ്ടും പുറപ്പെടുന്നത്. ചന്ദ്രയെ സംരക്ഷിക്കുന്ന പ്രകാശൻ ശാലിനിയുടെ ഒരു അനിയൻ ബൈനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.